ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ് എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. എന്നാൽ മുഖ്യമന്ത്രി ആര് എന്നതിൽ സസ്പെൻസ് തുടരുകയാണ്. കേരള നേതാക്കൾക്കും ഘടകകക്ഷികൾക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരറിയിപ്പും ഇനിയും കിട്ടിയിട്ടില്ല. അവസാന നിമിഷവും ഡൽഹിയിൽ നിർണായകമായ ഒരു ചർച്ച നടക്കുന്നതും കാണുക. കെ.സി. വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി വിളിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ചാർട്ടേഡ് വിമാനം 4 മണിക്ക് തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. വിമാനത്തിൽ ആരൊക്കെ ഉണ്ടാകും എന്നതിലാണ് ആകാംക്ഷ. UDF-ലെ ഘടകകക്ഷി നേതാക്കളും ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. നേതാക്കൾ ഇന്ന് ഗവർണറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് കത്തു നൽകും. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഡി ധനസുമത് ഡൽഹി ബ്യൂറോ ചീഫ്. ഡൽഹിയിൽ നിന്ന് രാഹുലിന്റെ വീട്ടിൽ നിന്ന് കെ.സിയുമായി കൂടിക്കാഴ്ച നടക്കുന്നത് അവിടെയാണ്. സുനിൽ ഐസക് തിരുവനന്തപുരം ബ്യൂറോ ചീഫിനോടൊപ്പം ചേരുന്നു. MK ഷുക്കൂർ കൊച്ചി ബ്യൂറോ ചീഫ്, സിജോ വി ജോൺ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന്, മുഹമ്മദ് അസ്ലം കോഴിക്കോട് ബ്യൂറോ ചീഫ് ചേരുന്നു. മുഹമ്മദ് ആഷിഖ് PJ ജോസഫിന്റെ നിലപാടുകളും അഭിപ്രായങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കാനായി തൊടുപുഴയിൽ നിന്നും. ആദ്യം ധനസുമോദ്, ഇപ്പോൾ കെ.സി. വേണുഗോപാലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി രാഹുൽ ഗാന്ധി നടത്തുന്ന ചർച്ചയുടെ സൂചനകൾ എന്തൊക്കെയാണ്? അതായത്, ഒന്ന്, കെ.സി. വേണുഗോപാലിനോട് താങ്കൾ ഇത്തവണ വഴങ്ങണമെന്ന് പറയാനും അനുനയിപ്പിക്കാനും, അല്ലെങ്കിൽ കെ.സി. വേണുഗോപാലിന് ആശംസകൾ നേരാൻ, എന്തിനായിരിക്കും അത്? ഇപ്പോൾ ഒരു മൂന്നാമത്തെ ഒരു സാധ്യത കൂടി പങ്കുവയ്ക്കാനുണ്ട് നിഷാദ്. കാരണം ഘടകകക്ഷികളുടെ ഒരു സമ്മർദ്ദം, ഘടകകക്ഷികളുടെ പ്രത്യേകിച്ച് ലീഗിൻ്റെ വലിയ സമ്മർദ്ദം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയാത്ത ഒരു വിഷമാവസ്ഥയിലാണ് രാഹുൽ ഗാന്ധി ഉള്ളത്. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം കെ.സി. വേണുഗോപാലിനൊപ്പം തന്നെയാണ്. പക്ഷേ VD സതീശനെ പങ്കെടുപ്പിക്കണം എന്നുള്ള, VD സതീശന് ഈ കസേര നൽകണം എന്ന ഒരു നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്, പ്രിയങ്ക ഗാന്ധി എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ചർച്ച ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വസതിയിൽ ചർച്ച പ്രധാനമായും 2 കാര്യങ്ങളാണ് ഇവിടെ സാധ്യതയുള്ളത്. ഒന്നുകിൽ അദ്ദേഹത്തോട് നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഇല്ല, പക്ഷേ ഇതിനകം തന്നെ ഒരു അപമാനിതനായി എന്നൊരു ഫീലിങ്സ് ആണ് ഇപ്പോൾ കെ.സി. വേണുഗോപാലിനുള്ളത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ തരത്തിൽ നിന്ന് പിന്മാറാൻ തീരെ സാധ്യത കുറവാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആശംസ നേരുന്നതിന് ഒപ്പം തന്നെ എങ്ങനെയാണ് ഈ ഘടകകക്ഷികളുടെ ഒരു എതിർപ്പ് മാറ്റുക എന്നുള്ള വലിയ ഒരു ചർച്ചയുണ്ട്. ഇപ്പോൾ നമുക്ക് ദൂരെ കണ്ടാൽ അറിയാം, ഇദ്ദേഹത്തിൻ്റെ കെ.സി. വേണുഗോപാലിൻ്റെ കാറ് ഇപ്പോഴും അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി കെ.സി. വേണുഗോപാൽ ഇതിൻ്റെ ഒപ്പം തന്നെ ദീപാദാസ് മുൻഷിയുടെയും അജയ് മാക്കൻ്റെയും ഒപ്പം തന്നെ കേരളത്തിലേക്ക് യാത്ര തിരിക്കുമോ എന്നുള്ളൊരു കാര്യമാണ് ഇനി അറിയാനുള്ളത്. പ്രധാനമായും ദീപാദാസ് മുൻഷിയും ഇവരുടെ ഈ യോഗത്തിൻ്റെ കൂടിക്കാഴ്ച, ഇതിൻ്റെ ഒരു വിവരം പൂർണ്ണമായി എടുത്തതിന് ശേഷം യാത്ര തിരിക്കാം എന്ന് തന്നെയാണ് കരുതിയിരിക്കുന്നത്. കേരളത്തിലേക്കുള്ള യാത്ര ഒരു 3.5 മണിക്കൂർ ഏതായാലും ഏറ്റവും കുറഞ്ഞത് വരും. ഇതിന് കെ.സി. വേണുഗോപാലിൻ്റെ കാറ് ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം യോഗം കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ കെ.സി. വേണുഗോപാലിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കെ.സി. വേണുഗോപാലിൻ്റെ കാർ ഇപ്പോൾ, അദ്ദേഹത്തിൻ്റെ വാഹനം ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നിർണായകമായ ആ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഏടുകളിൽ ഒന്നായി ഈ കാലം ഒരു കാത്തുവെച്ചിരിക്കുന്ന ഒരു കൂടിക്കാഴ്ചയായിരിക്കും ഇവിടെ നടന്നിരിക്കുന്നത്. ഒന്നുകിൽ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉള്ള ഒരു അംഗീകാരം നൽകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറയുന്നു. മാറി നിൽക്കാൻ പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു വലിയ തരത്തിലുള്ള അപമാനം ഏറ്റു എന്നുള്ള കാര്യം തന്നെയായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി എങ്ങനെയായിരിക്കും കെ.സി. വേണുഗോപാലിനെ ആശ്വസിപ്പിച്ചിരിക്കുക എന്നുള്ള ഒരു കാര്യം നമുക്കിനി അറിയേണ്ടി വരും. അതല്ല, കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ് എങ്കിൽ കടമ്പകൾ നിരവധിയാണുള്ളത്. കാരണം 2 പേർക്ക് പാക്കേജുകൾ അനുവദിക്കേണ്ടി വരും. ഒന്ന് VD സതീശന്, മറ്റൊന്ന് രമേശ് ചെന്നിത്തലയ്ക്ക്. VD സതീശൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കുമെന്നുള്ള കടുത്ത തീരുമാനങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പങ്കുവയ്ക്കുന്നത്. സമവായ സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും എന്നുള്ള ഒരു തോന്നൽ തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 നേതാക്കന്മാരുടെയും രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ ഇനി 2 നേതാക്കന്മാരെയും രാഹുൽ ഗാന്ധി നേരിട്ട് വിളിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, VD സതീശനെ വിളിക്കും. VD സതീശൻ ഇപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ്. VD സതീശനെ വിളിച്ച് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്താണ് എന്നുള്ളൊരു കാര്യം പറയും. ഇതിനകം തന്നെ
കെ.സി. വേണുഗോപാലിനോട് തീരുമാനം പറഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ തീരുമാനം അറിയുന്ന ഇന്ത്യയിലെ 5ാമത്തെ ആളായിരിക്കും കെ.സി. വേണുഗോപാൽ. മല്ലികാർജ്ജുന ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്ക് മാത്രമാണ് രാവിലെ 9 മണിവരെ ഈ തീരുമാനം അവരുടെ മനസ്സിൽ മാത്രമായിരുന്നു ഈ തീരുമാനം കാത്തു സൂക്ഷിച്ചിരുന്നത്. ഈ തീരുമാനമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കെ.സി. വേണുഗോപാൽ അങ്ങനെ 5ാമനാകും. പിന്നീട് ഓരോ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും വിളിച്ചു വരുത്തും. അത് രാഹുൽ ഗാന്ധി തന്നെ ഫോൺ വിളിച്ച് അറിയിക്കും. അതിനുശേഷം ഘടകകക്ഷി നേതാക്കന്മാരുമായിട്ട്, പ്രത്യേകിച്ച് ലീഗിൻ്റെ അധ്യക്ഷൻ തങ്ങളുമായി രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിക്കും എന്നാണ് അറിയുന്നത്. ഏതായാലും കെ.സി. വേണുഗോപാൽ ആണെങ്കിൽ കുറേ കൂടി ഒരു ദുഷ്കരമായ ഒരു ദൗത്യമാണ് ഹൈക്കമാൻഡിനുള്ളത്. കാരണം ഈ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ കഴിഞ്ഞത് കേരളത്തിൽ മാത്രമാണ്. കോൺഗ്രസിൻ്റെ സീറ്റുകളും മറ്റു സംസ്ഥാനങ്ങളിൽ വളരെ പരിതാപകരമാണ്. കാരണം കേരളത്തിൽ 63 സീറ്റ് കോൺഗ്രസ് നേടിയെങ്കിൽ പോലും ബാക്കി 4 സംസ്ഥാനങ്ങളിലും കൂടി കേവലം 27 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത്. അതായത് കേരളത്തിൽ നിന്നാണെങ്കിൽ 63 സീറ്റ് നേടുമ്പോൾ 2 രാജ്യസഭാ സീറ്റിനാണ് അർഹത നേടുന്നത്. ഇപ്പോൾ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കെ.സി. വേണുഗോപാലിൻ്റെ വാഹനം കടത്തി വിട്ടിരിക്കുകയാണ്. ഇനി കെ.സി. വേണുഗോപാൽ ആ വാഹനത്തിലൂടെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് അദ്ദേഹം കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി എന്ന തരത്തിലേക്കാണോ, അതോ അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറി പദവിയിൽ തന്നെ തുടരുമോ എന്നുള്ളൊരു കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. നമ്മൾ ഉത്തരേന്ത്യയിലെ പല നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് പലരും പങ്കുവയ്ക്കുന്നത്. ഇന്നലെ യോഗത്തിന് ശേഷം ജയറാം രമേശ് മല്ലികാർജ്ജുന ഖാർഗെയെ കാണാൻ എത്തിയിരുന്നു. മല്ലികാർജ്ജുന ഖാർഗെയുമായി ജയറാം രമേശ് സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോൾ പോലും ആരാണ് കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി എന്ന രഹസ്യം ജയറാം രമേശിനോട് പോലും മല്ലികാർജ്ജുന ഖാർഗെ വെളിപ്പെടുത്തിയില്ല എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ആ രഹസ്യം ഇപ്പോഴായിരിക്കും, ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുറത്തു വരും.